നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽപ്പെട്ട ചതയ നക്ഷത്രത്തിന്റെ 2024 ഏപ്രിൽ 14 മുതൽ 2025 ഏപ്രിൽ വരെയുള്ള വിഷുഫലം ഒരു വർഷത്തേക്കാണ് നമുക്ക് വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ പറയുന്ന ഫലങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് വരുന്നു. മാസഫലങ്ങൾ, ആഴ്ചഫലങ്ങളൊക്കെ നേരത്തെയും ചെയ്യുന്നുണ്ടായിരുന്നു. മാസഫലങ്ങളെ ചെയ്യുന്നു. മാസഫലങ്ങൾ, വർഷഫലങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരുന്നു. പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ ചതയ നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ അവരുടെ ദശ, അപഹാരം ഒക്കെ കുറച്ച്, അതായത് ഗോചര കാര്യങ്ങൾ, ഗോചരം അനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മൾ ഈ പറയുന്നത്. ഈ പൊതുഫലങ്ങളിൽ ദശയും അപഹാരവും ഒക്കെ വളരെ ഒരു മുഖ്യ ഘടകമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതകം പരിശോധിച്ചെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജാതകം കൂടെ കുറച്ചുകൂടെ ഇതിലൊരു, അതായത് പൊതുഫലങ്ങൾ കുറച്ചൊരു വ്യക്തത ആഗ്രഹിക്കുന്നവർ അവൻ്റെ ജാതകം അല്ലെ തലക്കുറി അല്ലെങ്കിൽ ഗ്രഹനിലയായിട്ട് അതിൻ്റെ ജ്യോതിഷനെ പോയി കണ്ട് ദക്ഷിണയെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഫലങ്ങളൊക്കെ ഒന്ന് ഗണിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചതയ നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൂടി നിൽക്കുന്നൊരു അവസ്ഥ ഒരു ആദ്യം വിഷു കഴിഞ്ഞ് കുറച്ച് ആളുകൾ അങ്ങോട്ട് കാണാവുന്നതാണ്. അതിന് ശേഷം ഒരു വ്യത്യാസങ്ങളൊക്കെ അവർക്ക് വരുന്നതായിരിക്കും. കൃഷി അല്ലെങ്കിൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ, ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർ കുറച്ച് പുരോഗതിയൊക്കെ കൈവരിക്കുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. സംഗീത സാഹിത്യ കലാകാരന്മാർക്കൊക്കെ അവരുടെ ഒരു വൈദഗ്ധ്യം തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തിക നേട്ടം വർഷാന്ത്യത്തിൽ പറയാവുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഒരു യോഗം പറയപ്പെടുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് കുറച്ച് പ്രോത്സാഹനങ്ങളൊക്കെ കുറയാമെങ്കിൽ അവൻ്റെ ആ ഒരു കഴിവ് കുറച്ചുകൂടെ കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്നൊരവസ്ഥയൊക്കെ പറയാവുന്നതാണ്. അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. കലാകാരന്മാർക്കാണെങ്കിൽ ദേശം വിട്ടു പോവുക, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ എന്തെങ്കിലും ആരംഭിക്കാനായിട്ട് കുറച്ച് യാത്രകൾ, കുറച്ച് അലച്ചിലുകളൊക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. എഴുത്തുകാർക്കാണെങ്കിൽ അവരുടെ കൃതികൾക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് വരാം. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പ്രായണ ഒരു 1-2 മാസത്തിനുമായിട്ട് അതൊക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും. ഓണാഘോഷത്തിന് ശേഷം ഇവർക്ക് കുറച്ച് പുരോഗതി പറയാവുന്നതാണ്. പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായിട്ട് ഒരു കിട്ടാത്ത പൈസയെ കിട്ടാനുള്ള അവസ്ഥ, സൈഡ് ബിസിനസ്സുകൾ തുടങ്ങി വിജയിപ്പിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് പങ്കാളിയായിട്ട് ഉള്ള ചെറിയ ചെറിയ കലഹതകളൊക്കെ വലിയ രീതിയിലാവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ധനനഷ്ടങ്ങൾ വന്നു ചേരാനുള്ള പല ബിസിനസ്സുകൾ വന്നു ചേരുമെങ്കിൽ അതിനൊക്കെ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയും പറയാവുന്നതാണ്. പൊതുജനങ്ങളിൽ നിന്നും ഇതൊക്കെ നല്ല സപ്പോർട്ട് ലഭിക്കാനുള്ള അവസ്ഥയെ പറയപ്പെടുന്നുണ്ട്. സ്ഥാനഭ്രംശം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട ആവശ്യം പറയപ്പെടുന്നുണ്ട്. വിട്ടുപിരിഞ്ഞു പോയ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. കർമ്മവിഘ്നം ചെറിയ രീതിയിൽ ഈ വർഷാന്ത്യത്തിലുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാരിഷ്ടത, ശത്രുഭീതി, വ്യാപാര നഷ്ടം ഇവയൊക്കെ ഇവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ചെയ്യാത്തതിനൊക്കെ പഴിയേക്കേണ്ട ഒരവസ്ഥ. തസ്കര ഭയം, തസ്കരന്മാർ, കള്ളന്മാരും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. ആരും ഭയപ്പെടുത്താനില്ല, നമ്മൾ ഇത് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ രക്ഷപ്പെട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾക്ക് ലഭിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയം കൈവരിക്കുന്നൊരവസ്ഥയൊക്കെ പറയാവുന്നതാണ്. ചിരകാല അഭിലാഷങ്ങളൊക്കെ പൂണിയുന്നൊരവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിന് ശ്രമിക്കുന്നവർക്ക് അടുത്ത വർഷം ആദ്യമൊക്കെ വളരെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. പ്രകൃതിക്ഷോഭം മൂലം എന്തെങ്കിലും നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യമൊക്കെ ലഭിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രായമായവർക്കാണെങ്കിൽ നല്ല ഒരു ചികിത്സാ രീതിയിലൂടെ അസുഖത്തിന് മാറ്റം വരും. അതുപോലെ പെൻഷൻ കിട്ടാതിരുന്നവർക്ക് പെൻഷൻ കിട്ടുന്നൊരവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ സഹോദരനെ അല്ലെ സഹോദരിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ വർദ്ധിക്കുന്നൊരവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അനേകകാലമായിട്ട് നമുക്ക് യാത്ര ചെയ്യണം, വിദേശ സ്ഥലങ്ങളിലെവിടെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഒരു ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തുലാഭാരം, ഇത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല, അവനെക്കൊണ്ട് ശക്തി വെക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തുലാഭാരം, ശിവഭഗവാന് കർഗഹോമം, ധാര, പിൻവിളക്ക്, വേട്ടക്കരുമോൻ ശാസ്താവിന് നെയ്വിളക്ക്, അതുപോലെ തന്നെ ദേവിക്ക് താമരമാല, അതുപോലെ ചുവന്ന പുഷ്പം കൊണ്ടുള്ള മാല ചാർത്തുന്നത് ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും.